അമ്പലത്തിൽ പോകുന്നോടി വിലക്കിരിക്കുക ഗോപിയേട്ടൻ. ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര കളവ് പറഞ്ഞെന്നറിയോ വിജയേട്ടന്? ഇന്ദുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപിയേട്ടൻ നിൽക്കില്ല എന്ന് ഇന്ദു തന്നെയല്ലേ പറഞ്ഞത്? ഉവ്വ്, എനിക്ക് ഉറപ്പായിരുന്നു. ഗോപിയേട്ടൻ അങ്ങനെയാ, ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോ അമ്മയും അമ്മാവനെയും അവമാനിച്ചു വിട്ടില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ പറ്റിയിട്ടുണ്ട് ഗോപിയേട്ടന്. തുണിക്കടയിൽ പോയിട്ട് തന്നെ ദിവസം എത്രയെന്നറിയോ? നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം. തുണിക്കടയിലെ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്തുണ്ടായിരുന്നു? വിജയേട്ടാ, മനസ്സിന്റെ കാര്യമല്ലേ, നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാൻ. ഇന്ദു, കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ വിജയേട്ടൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. എന്റെ പറമ്പിക്കര കയ്യേറ്റം നടത്താൻ ആരാ നിങ്ങൾ കളിയാറുന്നത്? ഞാൻ തന്നെയാണ്. അത് ശരി, തെമ്മാരത്തിനും കളിക്കുന്നു. എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ അടക്കാൻ പറ്റൂ? എന്റെ പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ. ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും. അത് നടപ്പില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം. കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട്? ബുധനാഴ്ചത്തെ അവധി കഴിഞ്ഞ് 1 മാസമായി. ഇനിയും തരുവത്ര. ചേട്ടാ, എന്താ ഇത്? ധനം വിദ്വാന് ഭൂഷണമല്ല ചേട്ടാ. താൻ കാര്യം നോക്കണം. ഓ എന്റെ ഗോവിന്ദേട്ടാ, അമ്മാവന്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കേട്ടത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഏട്ടൻ വരൂ. നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ വാ, എനിക്ക് എന്നെ തട്ടിടല്ലേ. ഏട്ടൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ? അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും. അവന്റെ കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ എന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? ചേട്ടാ, എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിട്ടോ. കാര്യം പറയുമ്പോ മുന്തി വിട്. ഇത് എവിടുത്തെ മര്യാദ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കിയാലോ? പോകുന്നോ പോട്ടെ, രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ കൂടി ക്ഷമിക്ക്. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് തിരിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കൂട്ടിയായിരിക്കും. കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യേ? മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളും. മതിയായി. എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കാൻ നീ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണോ? കേരളത്തിലല്ലേ ജീവിക്കണേ. ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ കാര്യത്തിൽ ഞാൻ ഗോപിയേട്ടനെ കുറ്റപ്പെടുത്തു. എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ, ഗോപിയേട്ടന്റെ അമ്മാവനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഗോപിയേട്ടന്റെ സ്വഭാവത്തിലൊന്ന് മാറ്റം കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഗോപിയേട്ടൻ. അയ്യോ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമായിട്ടും ഇല്ല. പിന്നെ അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാന്ന് എങ്ങനെ പറഞ്ഞത്? ഇന്ദുവിന് 100 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്ക് കൊടുത്തേ? ഗോപിയേട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തോ? തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്, വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സ്വർണ്ണരഥം, ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം, എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായേ. ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ. അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ.
എന്റെ പോക്കറ്റ് അടിച്ചേ വണ്ടി നിർത്ത് ഈശ്വര അപ്പൊ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ആരും ബഹളം വയ്ക്കണ്ട ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു ഒരു PSC ടെസ്റ്റ് ഉള്ളതാ സമയമായി പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്റരം കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ നമുക്ക് തന്നെ തപ്പാം വാ 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 അല്ലാതെ പറഞ്ഞ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതേ കുന്നമ്പ കുടത്തിനും തപ്പണമെന്നാ മാറിനെ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? പോലീസ് മാത്രമല്ല മനുഷ്യർ വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാ പിന്നെ എടുത്തിട്ടില്ല എന്തിനാ പഠിക്കുന്നത് ഞാൻ ചെക്ക് ചെയ്യാം ഞാൻ ഞാൻ കാര്യം പറഞ്ഞോട്ടെ ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ കള്ളനല്ല ഞാൻ പോക്കറ്റ് അടിക്കാരനല്ല സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ എന്നെ കൊണ്ട് പിരിഞ്ഞു പോണേ പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കേ അയ്യോ അയ്യോ വരല്ലേ അയ്യോ ആരെങ്കിലും എത്തിക്കാൻ പോകരുത് അയ്യോ കാര്യം പറഞ്ഞിട്ടാണ് അയ്യോ പടം കൊണ്ടുവന്നു അത്രയ്ക്ക് ദാഹമുള്ളണ്ടാ ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ മോനെ എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത് കാശ് ഞാൻ പിന്നെ തരാം എന്റെ അഭിമാനത്തിൽ ഞാൻ പിന്നെ തരാം അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ചു തരാം പൈസ കുറച്ചു അവിടെ നിൽക്കേ ഈ ദിശയിൽ നീ എങ്ങോട്ട് പോകാനാടാ നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ ആടാ നിന്നെ വിടൂലടാ നമസ്കാരം വസൂട്ട ഗോപിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയല്ലോ. നേരം കിട്ടണ്ടേ കട പൂട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ശരിയായോ? 2-3 അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ? സത്യമാണോ വാസുട്ടേ പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ? ഔസേപ്പച്ച മുതലാളിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ? സാധാരണയായി വാസുവേട്ടൻ ഇവിടുന്ന് സ്വർണം ഒരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എന്തിനാ ഗോപി തല ഉണ്ടാക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളെന്താ തല പുണ്ണാക്കാക്കുന്നത്? സാർ, ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാലുണ്ടാക്കാൻ തന്നിട്ട്? നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ? നാളെ അല്ലേ സാർ? ഇനിയും സമയം എത്ര കിടക്കുന്നു? ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം, പോരെ? എന്റെ ഉറപ്പല്ലേ? ആ, വണ്ടിയുടെ. ആ, പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയണം. ഓ, ചെക്കൻ അന്ന് രാത്രിയില് താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം.
മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും. ഗോവിന്ദേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100-200 പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്തെ. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം. മോഹൻ ഇവിടെ വന്നിരുന്നു. നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാൻ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റ് നിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ലേ ജാനകി? നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുമായിരുന്നു. പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തെടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. വരാം. ഗോപി, ബാലു. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. ഗോപി 2 ആഴ്ചത്തെ ലീവെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ല. കുറച്ച് തിരക്കിലായിപ്പോയി അവസരപ്പച്ച. പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ. വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആവോ? വേറെ വല്ലതും കണ്ടുവയ്ക്കാ ജോലി വിടാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ. മിക്കവാറും കച്ചവടം ഉറപ്പിക്കും. ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ. എന്താ അവസരപ്പച്ചന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. മോനേട്ടാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മാറ്റം ഉണ്ടാവരുത്. ഇതിനെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും, പറഞ്ഞ സമ്മാനമായിട്ട്. എന്നാ അപ്പൊ പറഞ്ഞല്ലേ? ശരി ശരി. അപ്പൊ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും. വരട്ടെ വരട്ടെ. ഗോപി, ഗോപി, അവിടെ നിന്നേ. ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നറിയോ? എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. അവിടെ നിൽക്ക് ഗോപി. ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഗോപി വന്നാ പൈസ വാങ്ങിയാ മതി. ലോണിന്റെ കാര്യം സാറി പറയണേ? അതെ, അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം. ഞാൻ KFC ചിട്ടി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി. ഞാൻ തിരിച്ചു തന്നോളാം.
കൊല്ലംകോട്ട രാജപ്പന് മീൻ വളർത്തുന്ന 2 ലക്ഷം രൂപ ശരിയാവുന്നുണ്ട്. 25 കമ്മീഷൻ. ഗോപിയുടെ അവസ്ഥ എനിക്കറിയാവല്ലോ. സാറേ, ഒരു 10-25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഗോപി കളിയാക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട്. 25 50 ഇടേണ്ടതെന്ന് അപ്പം തീരുമാനിക്കാം. ഇപ്പൊ ഇത്തിരി ധൃതിയുണ്ട്. പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ. ഇത് വട്ട് തന്നെ, മുഴുവട്ട്. കുറച്ച് നേരമായി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ കളികൾ. അവിടുന്ന് ഇവിടുന്ന് എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങള് വെറുതെ മനുഷ്യനെ സ്വൈരായിട്ടൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. വെച്ചാല് ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാം. ബിസ്ക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ. എത്ര ഉണ്ട്? എത്രണ്ണമുണ്ട്? കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്പം വെയിറ്റ് ചെയ്യും. മുസ്തഫായ്ക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല, വർഷങ്ങളായി പടുത്തുയർത്തിയ മാത്തച്ഛനോടുള്ള വിശ്വാസ്യത കൂടിയാണ്. തീ കൊണ്ടുള്ള കളിയല്ലേ കയ്യാറെ. കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയില്ല. പക്ഷേ അവർക്ക് മറിച്ചും ചിന്തിക്കാമല്ലോ. കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റിക്കൊക്കെ മുസ്തഫയ്ക്കും അറിയാം. പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരു അവസരം മുസ്തഫ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു. ബോംബെയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ? മാത്തേച്ചൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യത്തിന്റെ ഗൗരവം. ഗൗരവമൊക്കെ എനിക്കും അറിയാവണോ. താ മുസ്തഫയോട് പറ ഉടനെ വന്ന് കാണുന്നുണ്ടെന്ന്. എന്തായി കുഞ്ഞെ? ഇൻഫർമേഷൻ ശരിയാണ് സർ. ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ സ്വർണം വിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുഞ്ഞയാളെ കണ്ടോ? സർ, സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്. പക്ഷേ ഒരു പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണത്തോട് ചേർന്ന് അയാൾ മുങ്ങി.
അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു അല്ലേ? 24 മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു. അതിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. മറക്കണ്ട. ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ? മായെടുത്ത് പറഞ്ഞാലെങ്കിലും അനുസരിക്കുന്ന കരുതിയാ അമ്മൻ ഇങ്ങോട്ട് അയച്ചത്. വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയ. ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും ഈട് അന്വേഷിക്കാറില്ല. എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്നാ എനിക്ക് തോന്നിയത്. അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. ഇന്ദു ചേച്ചിയെങ്കിലും വീട്ടിലെ അടുക്കളയിൽ രക്ഷപ്പെടുള്ളൂ ഓർത്ത് ഞാൻ സന്തോഷിച്ച. അതിനും സമ്മതിക്കില്ല ഗോപിയേട്ടൻ. വിജയന് ജോലിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അത്. അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോപിയേട്ടന്. മായെടുത്ത് അതുവഴി ഒന്ന് ഇറങ്ങോ? ഇറങ്ങാം. ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി. വേണ്ട മായെടുത്ത്. ഹരി, വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല. നാളെ ആരൊക്കെ വരുന്നുണ്ടത്ര എന്നെ കാണാൻ. ഗോപിയേട്ടനോടൊന്ന് പറയൂ.